So in this video, we are looking at what are the poetic devices used in the poem for Anne Gregory. Okay. When we speak about poetic devices, we have two types really. One we say figures of speech and the other one figures of sound. ഓക്കെ അപ്പോൾ ശബ്ദത്തിൻ്റെ റൈം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ട് വരുന്നതിനെയാണ് ഫിഗേഴ്സ് ഓഫ് സൗണ്ട് എന്ന് പറയാം. ഓക്കെ, അതല്ലാതെ നമുക്കറിയാം ഭാഷയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് വരുത്തുന്ന ചില ഭംഗികൾ, അതാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഫിഗേഴ്സ് ഓഫ് സൗണ്ട് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ first one is alliteration. Alliteration is the repetition of initial consonant sounds, okay, in the nearby words of the same line. Consonant sounds beginning ഒരു വാക്കിൻ്റെ ബിഗിനിങ്ങിൽ കോൺസണൻറ്റ് സൗണ്ട് വരെയും അത് തന്നെ ആ സെയിം സൗണ്ട് തന്നെ അടുത്തടുത്തുള്ള ഇതുകളിൽ റിപ്പീറ്റ് ചെയ്ത് വേറൊരു വാക്കിൻ്റെ ബിഗിനിങ്ങിലും വരികയാണെങ്കിൽ ഓക്കെ, അത് സെയിം ലൈനിലാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഈസ് അലിട്രേഷൻ. അപ്പം നമുക്കറിയേണ്ടതായിട്ടുണ്ട് എന്ത് വൊവൽ സൗണ്ട്സും കോൺസണൻറ്റ് സൗണ്ട്സും ഏതൊക്കെയാണ്. ഓക്കെ, ഐ ഹാവ് മേഡ് ഡീറ്റെയിൽഡ് വീഡിയോസ് ഓൺ വൊവൽ സൗണ്ട്സ്. അപ്പോൾ വൊവൽ സൗണ്ട്സ് അല്ലാത്തതെല്ലാം കോൺസണൻറ്റ് സൗണ്ട്സ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി ഹാവ് 24 കോൺസണൻറ്റ് സൗണ്ട്സ് ആൻഡ് ദേ ആർ പ്, ബ്, ക്, ഡ്, ട്, ഓക്കെ, ച്, ജ്, ഥ്, ധ്, ഷ്, ഷേ, ഓക്കെ, റ്, യ്. അപ്പം ഇങ്ങനെ കുറച്ച് വരും. See, fifth line of the first stanza നോക്കുകയാണെങ്കിൽ you can see love you for yourself alone. അതിൽ you yourself, അതിൽ if you see the beginning sound of you and yourself, both are the same. Your sound is a consonant sound. So that's a clear cut example for alliteration. And if you look at the three stanzas, the two words are repeated often, that is yellow hair. Okay, so yellow hair is an example for the figure of speech repetition. We have metaphor used in the poem. മെറ്റഫർ എന്താണെന്ന് ചോദിച്ചാൽ an indirect comparison between two different things and considering them as one. ഓക്കെ, സിമിലർ അല്ലാത്തതായിട്ടുള്ള രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഒന്ന് മറ്റത് തന്നെയാണ് എന്ന് പറയുന്നതാണ് മെറ്റഫർ. ഓക്കെ, മൈ ലവ് ഇസ് എ റെഡ് റോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെറ്റഫർ. ലവ് എന്നുള്ളതും റെഡ് റോസ് എന്നുള്ളതും ഒന്ന് തന്നെയാണെന്നുള്ളതാണ് ഈസ് എ റെഡ് റോസ് എന്ന് പറയുമ്പോൾ വരുന്നത്. സോ ദാറ്റ്സ് എ എക്സാമ്പിൾ ഫോർ മെറ്റഫർ. ഇനിയിപ്പോൾ ഇത് തന്നെ മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ് റോസ് എന്ന് പറയുമ്പോഴത്തേനും ദാറ്റ് ഈസ് എ സിമിലി. അവിടെ ലൈക്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ഒന്ന് മറ്റൊന്ന് പോലെയാണ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സിമിലി. അതേസമയം മെറ്റഫറിൽ നമ്മൾ ഈ ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുക അത് തന്നെയാണെന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ ദാറ്റ് ഈസ് മെറ്റഫർ. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ മെറ്റഫറായിട്ട് വരുന്നത് റാംബഡ്സ്. ഓക്കെ, ഹണി കളേർഡ് റാംബഡ്സ്. ഇവിടെ നമുക്കറിയാം റാംബഡ്സ് എന്ന് പറഞ്ഞാൽ ഹൈ വൈഡ് വാൾസ് അറൗണ്ട് എ കാസിൽ ഓഫ് ഫോർട്ടാണ്. ഈ പോയത്തിലാണെങ്കിൽ ഇവിടെ ഒരു ഫോർട്ട്, ഒരു കാസിലോ ഫോർട്ടോ ഒന്നും ഉള്ളതായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ബട്ട് ഇവിടെ റാംബഡ്സ് അറ്റ് യുവർ ഹെയർ, ഹണി കളേർഡ് റാംബഡ്സ് അറ്റ് യുവർ ഹെയർ. എന്തിനെയാണ് ഹണി കളേർഡ് റാംബഡ്സ് എന്ന് പറയുന്നത്?
അത് ആ ഹെയർ ലോക്സാണ്. ചെവി മൂടിക്കിടക്കുന്ന രീതിയിൽ ചെവിക്കുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് പോലെ വരുന്ന ഹണി കളേർഡ് റാംബർട്സ്, ഹെയർ ലോക്സ് എന്നെയാണ് നമ്മൾ ഇവിടെ റാംബർട്സ് എന്ന് തന്നെ പറയുന്നത്. ഓക്കെ, സോ അതുപോലെയാണ് ആ ഹെയർ ലോക്സ് ഒരു പ്രൊട്ടക്റ്റീവ് ഹൈ വോള് പോലെയാണ് എന്ന് പറയുന്ന ലൈക്ക് ഒന്നും അവിടെ ഉപയോഗിക്കുന്നില്ല. അവിടെ അത് തന്നെ അങ്ങോട്ട് ഉപയോഗിക്കുകയാണ്. ഹെയർ ലോക്സിനെയാണ് അവിടെ റാംബർട്സായിട്ട് ഈക്വേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് മെറ്റഫർ. ഇനി ഡസ്റ്റ് ഓഫ് സ്നോ എന്നുള്ള പോയം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് യൂണിറ്റ് 1. അപ്പോൾ നിങ്ങൾക്കറിയാം, അതിൽ പറയുന്നുണ്ട് ഹാസ് ഗിവൺ മൈ ഹാർട്ട് എ ചേഞ്ച് ഓഫ് മൂഡ്. ആക്ച്വലി ഹാർട്ട് എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദ ഹോൾ പേഴ്സണെയാണ്. ഓക്കെ, അപ്പം സിനക്ഡക്കി എന്നുള്ളൊരു പോയറ്റിക് ഡിവൈസ് അവിടെ വരുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഈ പോയത്തിലും സിനക്ഡക്കി വരുന്നുണ്ട്. യെല്ലോ ഹെയർ ഇസ് ജസ്റ്റ് പാർട്ട്, അല്ലേ? യെല്ലോ ഹെയർ റെപ്രസെൻറ്റ്സ് ദ ഹോൾ ബോഡി ഓർ ദ പേഴ്സൺ, ദ ഹോൾ. സോ യെല്ലോ ഹെയർ എന്നുള്ളത് ഇവിടെ എ പാർട്ടാണ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഹോൾ. സോ വി കെൻ സേ ദർ ഇസ് എ figure of speech which is synecdoche in that. Usually what we say is wherever there is synecdoche you can even find metonymy there. Okay, so synecdoche a symbol that represents the whole thing. Metonymy synecdoche almost similar ആണ്. So ഇപ്പോൾ നമുക്ക് പറയാം bread, he is working for his bread എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that doesn't mean he is working for just bread. That means he is working for food. അപ്പോൾ bread it represents the food, a concept. Okay, even and we must obey the crown എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we have to obey the king or the power എന്നുള്ള രീതിയിലാണ് വരുന്നത്. So when something represents a concept, you can say there is metonymy in it. Okay, so we have even a concept here with yellow hair. So that is the concept of external beauty. So we have that poetic device also present in the poem. The rhyme scheme of the poem we can see. First, second line and third line. Man, despair, colored. A, B, C. N, R, D. ഈ മൂന്നും ഡിഫറെൻറ്റ് സൗണ്ട്സ് ആണല്ലേ. സോ നമ്മൾ ഫസ്റ്റ് സൗണ്ടിന് എ എന്ന് കൊടുത്തു, ദെൻ ഡെസ്പയറിലുള്ള സെക്കൻഡ് സൗണ്ടിന് ബി എന്ന് കൊടുത്തു. ഇറ്റ്സ് ലൈക്ക് ദാറ്റ് അല്ലേ റൈം സ്കീം നമ്മൾ ഇടുന്നത് അങ്ങനെയാണ്. Then third sound d ആണ്, that is again given a different letter C. ഇനി അടുത്ത ലൈൻ നോക്കുകയാണെങ്കിൽ ഇയർ, ആ ഡെസ്പയറിൻ്റെ പോലെ തന്നെ ഇയറിൻ്റെ വരുന്നുണ്ട്. സോ ദാറ്റ് ക്യാൻ ബി ഗിവൺ ദ സെയിം ലെറ്റർ വിച്ച് വാസ് ഗിവൺ ഫോർ ഡെസ്പയർ, ദാറ്റ് ഈസ് ബി. അപ്പോൾ ഇയറിനും ബി വരും. ഓക്കെ, then next ലോൺ എന്നുള്ളതിൻ്റെ സൗണ്ട് ഇസ് നോട്ട് സിമിലർ ടു എനിത്തിങ് ബിഫോർ. അപ്പോൾ നമ്മൾ അവിടെ ഡി കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ലൈനിലുള്ള വേർഡ് ഹെയറിൻ്റെ ലാസ്റ്റ് സൗണ്ട് വരുന്ന ആണ്. സോ ദാറ്റ് ഈസ് അഗെയിൻ സിമിലർ ടു ഡെസ്പയർ ആൻഡ് ഇയർ. സോ വി ഗീവ് ദ സെയിം ലെറ്റർ ബി ദർ. സോ ദ റൈം സ്കീം നമ്മൾ അടുത്ത രണ്ട് സ്റ്റാൻസയും എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ സെക്കൻഡ്, ഫോർത്ത് ആൻഡ് സിക്സ്ത് ലൈൻ റൈംസ് വിത്ത് ഈച്ച് അതർ. സോ ഒരു കോമൺ പാറ്റേൺ നമുക്ക് ഈ പോയത്തിൽ കാണാം. സെക്കൻഡ്, ഫോർത്ത് ആൻഡ് സിക്സ്ത് ലൈൻ റൈംസ് വിച്ച് റൈംസ്. ഓക്കെ, സോ നമുക്ക് പറയാം ദ പോയറ്റിക് ടെക്നിക്ക് എന്നല്ല നമ്മളതിനെ പറയുന്നത്, ഇറ്റ്സ് റൈം സ്കീം. റൈം സ്കീം എ ബി സി ബി ഡി ബി. ഓക്കെ,
ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.